CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആവേശം തീർത്ത് മണത്തല നേർച്ച. ചരിത്രപ്രസിദ്ധമായ മണത്തല പള്ളി ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ സ്മരണ പുതുക്കിക്കൊണ്ട് ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കൊടികയറ്റ കാഴ്ചയ്ക്ക് ആയിരങ്ങളെത്തി. പോത്തിനെ കണ്ട് ആന വിരണ്ടോടി. ആർത്താറ്റിയ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ട ആനയാണ് വിരണ്ടോടിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കേച്ചേരി ചിറനെല്ലൂരിൽ ഗുഡ്സ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്ക്. എടപ്പാൾ വട്ടംകുളം ഉപ്പുകൂട്ടുങ്ങൽ വീട്ടിൽ 32 വയസ്സുള്ള ജമീറിനാണ് പരിക്കേറ്റത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി സ്കൂൾ ബസ്സിലിടിച്ച് അപകടം. ബസ്സിൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. കുന്നംകുളം കക്കാട് ഫയർ സ്റ്റേഷൻ റോഡിൽ പൂമരത്തിന് സമീപത്തുള്ള ഉറക്കത്ത് വെച്ച് നിയന്ത്രണം വിട്ട സ്വിഫ്റ്റ് കാർ ഓട്ടോയിലും ബൈക്കിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ചു. അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഒതളൂർ കുറുമ്പൂർ വീട്ടിൽ 49 വയസ്സുള്ള സജീവിനെ ഗുരുതര പരിക്കുകളോടെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ഒരുമനിയൂർ വില്യംസിൽ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി. എടക്കളത്തൂർ ജോർജിന്റെ വീട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി 9:30 സ്ഫോടക വസ്തു എറിഞ്ഞത്. ട്രാവലർ ഡ്രൈവർക്ക് മർദ്ദനം. വടക്കേക്കാട് സ്വദേശി വെള്ളക്കട വീട്ടിൽ 31 വയസ്സുള്ള നിഖിലിനാണ് മർദ്ദനമേറ്റത്. അക്രമികൾ വാഹനവും അടിച്ചു തകർത്തു. വേലൂർ പഴയങ്ങാടി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടികയറി. ഫെബ്രുവരി 3, 4, 5 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലെ വയോജനങ്ങൾക്കും ജനറൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്കും കട്ടിൽ വിതരണം ചെയ്തു. കണ്ടാണശ്ശേരി കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കട്ടിൽ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയകാല ഓർമ്മകൾ പങ്കിട്ട് പെരിങ്ങോട് ഹൈസ്കൂൾ 1989 SSLC ബാച്ചിന്റെ സ്നേഹസംഗമം. ഞായറാഴ്ചയായിരുന്നു സംഗമം. പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. മേൽശാന്തി ഓഖി മനയ്ക്കൽ ആര്യൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. വേലൂർ മണിമലക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൂമൂടൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടിയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രത്തിലെ മികച്ച വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഡോക്ടർ ജി ഗംഗാധരൻ നായർ സ്മാരക എൻഡോവ്മെന്റ് പുരസ്കാരത്തിന് CS അപർണ, KV അനന്തകൃഷ്ണൻ എന്നിവർ അർഹരായി. തണ്ടിലം സെന്റ് ആന്റണി ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ യൗസേപ്പിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷിച്ചത്. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ശ്രവണ സഹായി വിതരണം ചെയ്തു. മുതുവട്ടൂർ BRCയിൽ നടന്ന ശ്രവണ സഹായി വിതരണം ഗുരുവായൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സായിനാഥൻ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൗൺ യൂണിറ്റ് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കുട്ടികളുടെ അറിവിനും ചിന്തയ്ക്കും വികസന കാഴ്ചപ്പാടും പ്രോത്സാഹനവും ലഭിക്കുന്നതിന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച സമേതം പരിപാടിയുടെ ഭാഗമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ തദ്ദേശ സമേതം എന്ന പേരിൽ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെയും ഗുരുവായൂർ ഗീതാഗോവിന്ദം ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചരത്നാഷ്ടപതി അവതരിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രം തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത അഷ്ടപതി വാദകൻ ജ്യോതിദാസ് ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് സമർപ്പണം നടന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2-3 വാർഡുകൾ സംയുക്തമായി സൗജന്യ ഹോമിയോപ്പതി ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നത്തേരിയിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ മതബോധന വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച വാർഷിക പരിപാടിയിൽ വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അധ്യക്ഷനായിരുന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് വാർഷിക യോഗം നടത്തി. വേലൂർ അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ അർണോസ് ഭവന്റെ തിരുമുറ്റത്ത് 2ാമത് നൃത്ത അരങ്ങേറ്റം ഉദ്ഘാടനം തൃശൂർ രൂപത ആർട്സ് ആൻഡ് മീഡിയ കോർഡിനേറ്റർ ഫാദർ ആലപ്പാട് നിർവഹിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മരത്തൊങ്കോട് വായനശാല കുടിവെള്ള പദ്ധതി 5ാം വാർഷികവും കുടുംബ സംഗമവും ബഹ്റിൻ പാലസിൽ വെച്ച് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക.
തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.